ഹേ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പരമുള്ള കസിൻസ് അല്ല, കുഞ്ഞു കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ മാളൂട്ടീൻ്റെ കസിൻസ് ആയിട്ടാണ് മാളൂട്ടി കാണുന്നത്, കാരണം അവർ കുഞ്ഞതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണാം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ 2 കസിൻസിൻ്റെ വീട്ടിലാണ്. പൊന്നു മിന്നു, ഇതിലേതാ മിന്നു, ഇതിലേതാ പൊന്നു? ഇപ്പോൾ കേട്ടോ. പിന്നെ ഇത് മിന്നു, ഇത് പൊന്നു. ഹായ് പറ. മിന്നു രണ്ടുപേര് ഷെയർ ചെയ്ത് കളർ അടിക്കുക. എല്ലാരും ഒരേ പിക്ചറിനാണല്ലോ കളർ അടിക്കണേ. ഇതാണോ ഫസ്റ്റത്തെ പിക്ചർ? ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് കരുതി ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും അവിടെ പുറത്ത് വെച്ചിട്ടുള്ള ഫിഷ് പൂൾ കണ്ടിട്ട് മാളൂട്ടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ അവിടെയാണെങ്കിൽ കിഡ്സിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം കളിച്ചിട്ടാണ് പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. അപ്പോഴേക്കും കളർ പെൻസിൽ വാങ്ങിയിട്ട് എല്ലാവരും കളർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സൂപ്പാണ് ഓർഡർ ചെയ്തത്. അതിൽ മട്ടൺ സൂപ്പ് നല്ലൊരു പോട്ടിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൊക്കോളീൻ്റെ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാളൂട്ടിയും മിന്നു ആണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള പിക്ചറിൽ വരച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ സീനറി ഒക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്കുള്ള മെനു വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്പെഷ്യലായിട്ട് കിഡ്സിൻ്റെ സെപ്പറേറ്റ് മെനു ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ നൂഡിൽസും ചിക്കൻ പീസും പിന്നെ ഒരു ഗുലാബ് ജാമും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരത് കഴിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർട്ടേഴ്സിൽ ഫിഷ് ഫിംഗറാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വന്നപ്പോഴേക്കും കഴിച്ചു തീർന്നു കേട്ടോ, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കഴിക്കാൻ പൊറോട്ടയും മീൻകറിയും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു വെറൈറ്റി കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഞങ്ങൾക്ക് യാത്ര പറയാൻ തന്നെ കുറേ നേരം വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആയി വയനാട് വന്നിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വയനാട് വരുമ്പോൾ എത്ര ടൈമില്ലെങ്കിൽ ഇവരുടെ അടുത്ത് വരണമെന്ന് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പം പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.